ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലെ ഇന്ത്യൻ മാർക്കറ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീക്ക്നെസ്സിന്റെ കാരണങ്ങൾ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ആ കാരണങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ പുതിയൊരു കാരണങ്ങളൊന്നും ഇന്നത്തെ മാർക്കറ്റ് ഫോളിന് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ട്രംപിന്റെ ആ ഒരു താരിഫ് സൃഷ്ടിക്കുന്ന അൺസർട്ടനിറ്റി ഒരു ഭാഗത്തുണ്ടെങ്കിലും ഇപ്പോൾ സ്റ്റീൽ ആൻഡ് മെറ്റൽ അലൂമിനിയം ഇമ്പോർട്ടിന് അമേരിക്ക 25% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്രാഷിന് കാരണമായത് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അത് ഇന്നത്തെ മാർക്കറ്റ് ഫോളിന് കാരണമായിട്ടില്ല എന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ഇന്നത്തെ സെക്ടോറൽ ഇൻഡെക്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ, PSU ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഹെൽത്ത് കെയർ, റിയാലിറ്റി സെക്ടർ എല്ലാ സെക്ടറുകളിലും 2% കൂടുതൽ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ മെറ്റൽ ഇൻഡെക്സിൽ 1.82% ചെറിയൊരു പെർസെൻറ്റേജ് ചേഞ്ചാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും മെറ്റൽ അലൂമിനിയം മേഖലയിൽ താരിഫ് ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് മറ്റ് സെക്ടറുകൾ ഇത്ര വലിയ തോതിലുള്ള ക്രാഷ് ഉണ്ടാവാൻ കാരണം എന്താണ്? അപ്പോൾ തീർച്ചയായിട്ടും അതും ഒരു പ്രധാനപ്പെട്ട കാരണമല്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ നമ്മൾ അമേരിക്കയിലേക്ക് മെറ്റൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ടോപ്പ് 10 രാജ്യങ്ങളിൽ ഇന്ത്യയില്ല. മേജർ എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ രാജ്യങ്ങളിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ മാർക്കറ്റിലുണ്ടായ എത്ര വലിയ വീഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ട്രംപിൻ്റെ ഈ പുതിയ താരിഫ് നയമല്ല ഇന്നത്തെ മാർക്കറ്റിൻ്റെ ക്രാഷിന് കാരണമായത് എന്നാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മാർക്കറ്റ് പൊതുവെ പ്രതികരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളോടാണ് കാര്യമായിട്ട് പ്രതികരിക്കാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഫൈനാൻസ് മിനിസ്റ്ററുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഒരു പ്രസ് മീറ്റ് നടത്തുകയുണ്ടായി. ആ പ്രസ് മീറ്റിൽ പലരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇന്ത്യൻ്റെ റൂപ്പി ഡിവാലുവേഷൻ, അതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഗവൺമെൻറ് എടുക്കുമോ എന്നാണ്. അപ്പോൾ മുമ്പത്തെ ഗവർണറായിരുന്ന ശക്തികാന്ത ദാസ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് റുപ്പിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടികൾ RBI എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് സഞ്ജയ് മൽഹോത്ര പറഞ്ഞത്. കാരണം ഈ റുപ്പിയുടെ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് അത് എത്ര വേണമെന്ന് RBI തീരുമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ഡെയിലി ഫ്ലക്ച്വേഷൻസ് സ്വാഭാവികമാണെന്നും അപ്പോൾ ഫോറക്സ് റേറ്റ് തീരുമാനിക്കുന്നത് മാർക്കറ്റ് ഫോഴ്സ് ആണെന്നും അതിന് മാർക്കറ്റിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരമൊരു പ്രസ്താവന തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ സെൽ ഓഫ് നടത്തുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ്. അതിനുള്ളൊരു പ്രധാന കാരണം ഈ റുപ്പി ഡിവാല്യൂഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ യാതൊരുവിധ ആക്ഷനും എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ FII ഔട്ട്ഫ്ലോ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. അത് കൂടുതൽ മാർക്കറ്റിനെ താഴത്തേക്ക് കൊണ്ടുപോകും എന്നും ഇൻവെസ്റ്റേഴ്സ് ഭാവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റുപ്പിയുടെ സ്ട്രെങ്ത് തിരിച്ചു വന്നേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് ഏതെങ്കിലും വിധത്തിൽ ഇടപെടേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലൊരു നീക്കം ഇല്ല എന്നുള്ളൊരു പ്രസ്താവന തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സൃഷ്ടിച്ചിട്ടുണ്ടാവും. മറ്റൊരു മേജർ സ്റ്റേറ്റ്മെൻറ്റ് വന്നത് ഇന്ത്യയിലെ ഒരു പ്രമുഖ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ടുള്ള ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ശങ്കരൻ നരൈൻ അഥവാ S നരൈൻ്റെ പ്രസ്താവനയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലാകമാനം വലിയൊരു ഡിബേറ്റിന് തിരികൊളുത്തിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ട ഒരു ഇവൻറ്റിൽ, അതായത് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ IFA ഗാലക്സി എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റിൽ ഇദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞത് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ സിപ്പ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണമെന്നും ഈ ഫണ്ടുകൾ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ വാല്യുവേഷൻ ഉള്ള സ്റ്റോക്കുകളിലാണെന്നും അതുകൊണ്ട് തന്നെ ആ വാല്യുവേഷൻ ഒരിക്കലും നിലനിൽക്കില്ലെന്നും ഏത് സമയവും മാർക്കറ്റ് ക്രാഷ് ആയിട്ട് ആ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിൽ വലിയ ക്രാഷ് ഉണ്ടാകുമെന്നും അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സൊക്കെ അവരുടെ അത്തരം സ്മോൾ മിഡ് ക്യാപ് ഫണ്ടുകൾ റെഡീം ചെയ്യണമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, പണ്ട് കാലങ്ങളിൽ കമ്പനികൾ, കോർപ്പറേറ്റുകൾ കടം കൊടുത്തിട്ട് വലിയ തോതിൽ ബാങ്കുകൾ റിസ്ക് എടുത്തിരുന്നു. ആ റിസ്കിൻ്റെ എടുത്തതിൻ്റെ ഭാഗമായിട്ട് പല ബാങ്കുകളും വലിയ തോതിൽ തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് കമ്പനികൾ കടമെടുക്കുന്നത് ശരാശരി ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. അവർ IPO വഴിയും FPO വഴിയും അങ്ങനെ അവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒക്കെ വിറ്റഴിച്ചുകൊണ്ട് കമ്പനികളിലേക്ക് ഫണ്ട് റൈസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ റിസ്ക് കംപ്ലീറ്റ് ഇവരുടെ ഈ സ്റ്റോക്കുകൾ വാങ്ങിക്കുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തലയിലേക്ക് അവർ കെട്ടിവെക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവിടെ പണ്ട് കാലത്ത് ബാങ്ക് എടുത്തുകൊണ്ടിരുന്ന റിസ്കുകൾ ഇപ്പോൾ എടുക്കുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് എന്ന ഒരു ധ്വനിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗത്തിലുണ്ടായത്. കൂടാതെ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സും വെൽത്ത് മാനേജേഴ്സും അതുപോലെ ഇൻവെസ്റ്റേഴ്സും ഒക്കെ റിയലൈസ് ചെയ്യണമെന്നും അവർ വേണ്ട നടപടികൾ എടുക്കണമെന്നുള്ള ഒരു ആഹ്വാനമാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ICICI പോലുള്ള ഹയസ്റ്റ് AUM കൈകാര്യം ചെയ്യുന്ന ഒരു ഫണ്ട് ഹൗസിൻ്റെ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്.
കൂടാതെ അദ്ദേഹം വളരെയധികം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തീർച്ചയായിട്ടും മാർക്കറ്റ് ഗൗരവത്തിലെടുക്കുമെന്നും അത് തീർച്ചയായിട്ടും ഒരു പാനിക് സൃഷ്ടിക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവന ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള ആ ഒരു വീഴ്ച കാണാൻ കഴിയുക. ഏകദേശം 3% കൂടുതലാണ് അവിടെ നടക്കുന്ന ക്രാഷ്. കാരണം സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സെഗ്മെൻറ്റിൻ്റെ PE റേഷ്യോ അത് ഹയർ വാല്യുവേഷനിലാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന 100% ശരിയാണതാണ്. കാരണം നമ്മൾ നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓവറോൾ PE റേഷ്യോ 36.44 ആണ് ഈ ഫെബ്രുവരി 11 വരെയുള്ള ഒരു ഡാറ്റ വെച്ച് നോക്കിയാൽ. അതേപോലെ സ്മോൾ ക്യാപ് 250 ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകളുടെ PE റേഷ്യോ ഓവറോൾ നോക്കുകയാണെങ്കിൽ 30.51 ആണെന്നും കാണാം. എന്നാൽ നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ PE റേഷ്യോ 21.45 ആണെന്നും കാണാം. അപ്പോൾ നിഫ്റ്റി 50 അല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ അപേക്ഷിച്ചിട്ട് മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുടെ PE റേഷ്യോ വാനോളം ഉയർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു കറക്ഷൻ അനിവാര്യമാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നും ആ PE റേഷ്യോ അവിടെ നിലനിൽക്കില്ലെന്നും ഒക്കെയാണ് ഈ എസ് നാരായൺ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ട്രിഗർ പോയിന്റുകളും ഇന്നത്തെ മാർക്കറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നൊരു ഫ്രീ ഫോൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. ഇന്ന് നിഫ്റ്റി 23,350 എന്നുള്ള ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴോട്ടേക്ക് പോവുകയും 23,000 എന്നുള്ള ഒരു മേജർ സപ്പോർട്ടിലേക്ക് നീങ്ങുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 300 പോയിന്റിൻ്റെ ഒരു ഫോളാണ് ഇവിടെ നടന്നത്. ഈ ഒരു ലെവലിൽ നിഫ്റ്റി സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ മറ്റൊരു ലെവലായിട്ടുള്ള 22,800 നിഫ്റ്റി പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സെൽ ഓൺ റൈസ് മാർക്കറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു സ്റ്റോക്ക് ഏത് സ്റ്റോക്കായാലും അതിൻ്റെ Q3 റിസൾട്ട് നല്ലതായാലും അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയാലും അതല്ലെങ്കിൽ ടെക്നിക്കലി ഓക്കെ ആണെങ്കിലും അതൊന്നും പരിഗണിക്കാതെയുള്ള ഒരു സെല്ലിംഗ് ആയിരിക്കും പല സ്റ്റോക്കുകളിൽ നടക്കുക. അതുകൊണ്ട് തന്നെ ഏത് സ്റ്റോക്കുകളിലാണ് അത്തരത്തിലുള്ള സെല്ലിംഗ് നടക്കുക നമുക്ക് പറയാൻ കഴിയാത്ത വിധത്തിലാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ 6 മാസം നിഫ്റ്റിയെ ബീറ്റ് ചെയ്ത റിട്ടേൺ നൽകുകയും എന്നാൽ ഇപ്പോഴും അണ്ടർ വാല്യൂഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 6 മാസം നിഫ്റ്റി നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് -5.24%, ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. അതുപോലെ 3 മാസത്തെ റിട്ടേൺ നോക്കിയാലും അത് -4.43% ആണ്. അതായത് 3 മാസം മുമ്പേ നിഫ്റ്റി 50 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് -4% റിട്ടേൺ ആണ് കിട്ടിയിട്ടുണ്ടാവുക. ഇനി 1 മന്ത് റിട്ടേൺ നോക്കുകയാണെങ്കിൽ അത് 1.54% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ്. ഇനി ലാസ്റ്റ് 1 വീക്കിൻ്റെ നോക്കുകയാണെങ്കിൽ അത് -2.81% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിലെല്ലാം നിഫ്റ്റി നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ ചില സ്റ്റോക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നിഫ്റ്റിയെ ഈ ഒരു 4 കാലയളവിലും നിഫ്റ്റിയെ ബീറ്റ് ചെയ്ത് പോസിറ്റീവ് റിട്ടേൺ നൽകിയതായിട്ട് കാണാൻ കഴിയും. അത്തരം സ്റ്റോക്കുകളെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൽ ധാരാളം സ്റ്റോക്കുകൾ അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഏകദേശം 261 സ്റ്റോക്കുകൾ അത്തരത്തിൽ ഫിൽട്ടർ ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിലെല്ലാ സ്റ്റോക്കുകളും അണ്ടർ വാല്യൂഡ് അല്ല. അതുകൊണ്ട് തന്നെ അണ്ടർ വാല്യൂഡായ ചില സ്റ്റോക്കുകൾ എക്സാമ്പിളിന് വേണ്ടി ഇവിടെ പറയുകയാണ്. ഒരിക്കലും ഇതൊരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ കൂടുതലായിട്ട് പഠനം നടത്തിയതിൽ നല്ല സ്റ്റോക്കുകൾ ആ ഒരു ലിസ്റ്റിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ഇപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് കാണുന്ന നാരായണ ഹൃദയാലയ എന്ന് പറയുന്ന ഹെൽത്ത് കെയർ സർവീസ് സെഗ്മെന്റിലുള്ള ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ചെയിൻ കമ്പനിയാണ്. ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 35.8 ആണ്. ഇൻഡസ്ട്രി PE 54.2 ആണ്. അതുപോലെ PEG റേഷ്യോ 0.53 ആണ്. 3 ഇയേഴ്സിൻ്റെ ഒരു PE റേഷ്യോ 33.7 ആണ്. നല്ല വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. ഇതിൻ്റെ ഒരു 6 മാസം റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 14.6% ആണ്. അതുപോലെ 3 മന്ത്സിൻ്റെ റിട്ടേൺ നോക്കുമ്പോൾ 7.29% ആണ്. ഒരു മാസത്തെ റിട്ടേൺ 2.93% ആണ്. അതുപോലെ കഴിഞ്ഞ ഒരാഴ്ചയുടെ റിട്ടേൺ 0.28% ആണ്. അപ്പോൾ ഈ ഒരു കാലയളവിലെല്ലാം ഇത് പോസിറ്റീവ് റിട്ടേൺ നൽകിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു സ്റ്റോക്ക് നമ്മൾ എക്സാമ്പിളായി എടുക്കുകയാണെങ്കിൽ റെഡിങ്ടൺ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഇത് നമുക്കറിയാം IT മേഖലയിലുള്ള ഒരു ട്രേഡിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ കമ്പനിയാണ്. ഇവർ IT മേഖലയിലുള്ള മാനേജ്മെന്റ് സൊല്യൂഷൻസ് അതുപോലെ അവർക്കുള്ള സപ്പോർട്ട് സർവീസുകളൊക്കെ നൽകുന്ന ഒരു കമ്പനിയാണ്. ഈ സ്റ്റോക്കിന്റെ PE റേഷ്യോ ഇപ്പോൾ 14.8% ആണ്. ഇൻഡസ്ട്രി PE 30.5 ആണ്. അതുപോലെ PEG റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.83 ആണ്. മീഡിയൻ PE 10.1 ആണെന്ന് കാണാം. അപ്പോൾ ഇതും ഒരു നല്ല വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. ഇതിൻ്റെ 6 മാസത്തെ ഒരു റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 15.7% ആണ്. അതുപോലെ 3 മന്ത്സിൻ്റെ റിട്ടേൺ 24.3%, ഒരു മാസത്തെ റിട്ടേൺ 13.4%, ഒരു ആഴ്ചയിലെ റിട്ടേൺ 14.3%. അപ്പോൾ ഈ 4 കാലയളവിലും പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ ആണ് ഇത് നൽകിയത്. അപ്പോൾ നിഫ്റ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ 4 കാലയളവിലും ഈ സ്റ്റോക്ക് പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. നിഫ്റ്റി ആണെങ്കിൽ നെഗറ്റീവാണ് നൽകിയത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി മറ്റൊരു സ്റ്റോക്ക് കാണാൻ കഴിയുന്നത് നിർലോൺ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതൊരു ടേൺ അറൗണ്ട് സ്റ്റോക്കാണ്. കാരണം നഷ്ടത്തിലൊക്കെ പോയ ഒരു കമ്പനിയാണ്, പിന്നീട് തിരിച്ചു വന്നൊരു കമ്പനിയാണിത്. ഇത് ഇൻഡസ്ട്രിയൽ പാർക്കും ഇൻഫർമേഷൻ ടെക്നോളജി പാർക്കൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. PE റേഷ്യോ 21.9% ആണ്.
ഇൻഡസ്ട്രി PE 21.6 ആണ്. അതിനോട് ചേർന്നുകൊണ്ടാണ് ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ ഉള്ളത്. PEG റേഷ്യോ 0.83 ആണ്, ഒന്നിൽ താഴെയാണ്. അതുപോലെ 3 ഇയേഴ്സിൻ്റെ ഒരു മീഡിയം PE 21.7 അപ്പോൾ മൊത്തത്തിൽ ആ ഒരു നല്ല വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. 6 മാസത്തെ ഒരു റിട്ടേൺ ഈ സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ 20.4% ആണ്. 3 മാസത്തെ റിട്ടേൺ 22.8% ആണ്. 1 മാസത്തെ റിട്ടേൺ 5.08% ആണ്. ഒരു ആഴ്ചയിലെ റിട്ടേൺ 0.08% ആണ്. അപ്പോൾ ഇതും നമുക്ക് ഈ രീതിയിൽ നിഫ്റ്റിയെ ബീറ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണെന്ന് കാണാൻ കഴിയും. ഇനി മറ്റൊരു സ്റ്റോക്ക് കാണുന്നത് വിഷ്ണു കെമിക്കൽസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇത് ക്രോമിയം കെമിക്കൽസും ബേരിയം കോമ്പൗണ്ട്സും പോലെയുള്ള സ്പെഷ്യാലിറ്റി കെമിക്കലുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിൻ്റെ PE നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 25.4% ആണെന്ന് കാണാം. ഇൻഡസ്ട്രി PE 31.0 ആണ്. PEG റേഷ്യോ 0.77 ആണ്. 3 ഇയേഴ്സിൻ്റെ ഒരു ആവറേജ് PE 17.9 ആണ്. അപ്പോൾ ഈ സ്റ്റോക്കും വലിയ തോതിൽ ഓവർ വാല്യൂഡ് ആകാതെ ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ലെവലാണ് നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ 6 മാസത്തെ ഒരു റിട്ടേൺ നോക്കുകയാണെങ്കിൽ 7.72%, 3 മാസത്തെ റിട്ടേൺ 1.41%, 1 മന്ത് റിട്ടേൺ 16.3%, കഴിഞ്ഞ ഒരാഴ്ചയുടെ റിട്ടേൺ 1.78% ആണെന്ന് കാണാം. അപ്പോൾ മൊത്തത്തിൽ പോസിറ്റീവ് റിട്ടേൺ തന്നെയാണ് എല്ലാ കാലയളവിലും ഇത് നൽകിയതെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ. ഏകദേശം 261 ഇത്തരത്തിൽ ഈ 4 ടൈം ഫ്രെയിമിലും നിഫ്റ്റിയെ ബീറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. അതിൻ്റെ ഫണ്ടമെൻ്റൽസ് കൂടുതൽ പരിശോധിക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ എൻട്രി ലെവലുകളൊന്നും പരിശോധിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് കൊണ്ടുള്ള ഒരു തീരുമാനം മാത്രമേ അത്ര സ്റ്റോക്കുകൾ എടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇവിടെ ഇതൊരു സജഷനായിട്ട് കണ്ടുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പഠനം നടത്തുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.